നന്തൻകോട്. കേരളം ആ പേര് പെട്ടെന്നൊന്നും അങ്ങനെ മറക്കാൻ സാധ്യയില്ല. കേരളത്തെ ഒട്ടാകെ പിടിച്ചുലക്കിയ കൊലപാതകം നടന്നിട്ട് 7 വർഷം പിന്നിടുന്നു. ഏപ്രിൽ 9, 2017 4 കുടുംബാംഗങ്ങളുടെ മൃതദേഹം ബെയിൻസ് കോമ്പൗണ്ടിൽ നിന്നാണ് കണ്ടെടുത്തത്. കേഡൽ എന്ന 30 വയസ്സുകാരന്റെ പൈശാചികത്വപൂർണമായ പ്രവൃത്തി അന്ന് കേരളം കേട്ടത് ഞെട്ടലോടെയാണ്. അന്ന് നരഹത്യയുടെ വിധേയരായത് കേഡലിന് അപരന്മാരായിരുന്നില്ല, മറിച്ച് അവന്റെ അച്ഛനും അമ്മയും കുഞ്ഞു പെങ്ങളുമായിരുന്നു. അതിൽ 3 പേരുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ അവസ്ഥയിലും 1 ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ അവസ്ഥയിലുമായിരുന്നു. കേഡലിന്റെ 2 ദിവസം കൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാരാസൈക്കോളജിയും ആസ്ട്രൽ പ്രൊജക്ഷനും ചെയ്യാൻ വേണ്ടിയാണ് താൻ ആ കൊലപാതകങ്ങൾ ചെയ്തതെന്ന കേഡലിന്റെ വാദത്തെ പോലീസുകാർ അപ്പാടെ തള്ളിക്കളഞ്ഞു. 2017 2018 കേഡൽ പേരൂർക്കട മെന്റൽ ഹോസ്പിറ്റലിൽ ചിത്തപ്രബന്ധത്തിന് ചികിത്സയിലായിരുന്നു. പെരുമൻ ദുരന്ത ദിനത്തിൽ ജനിച്ച കേഡലിന്റെ ചെറുപ്പം മുതലേ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു എന്നാണ് പറയുന്നത്. മകനെ ഡോക്ടറാക്കാനുള്ള ആഗ്രഹത്തോടെ കേഡലിന്റെ അച്ഛൻ ആദ്യം ഫിലിപ്പീൻസിലും പിന്നെ കമ്പ്യൂട്ടർ പഠിക്കാൻ ഓസ്ട്രേലിയയിലോട്ടും വിട്ടു. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയ കേഡൽ മുകളിലത്തെ മുറിയിൽ ഏകാന്തവാസമായിരുന്നു. സംഭവം നടക്കുന്ന ദിവസം കേഡലിന്റെ അമ്മയോട് വീഡിയോ ഗെയിം കാണിക്കാൻ മുകളിലേക്ക് വിളിക്കുകയും പിന്നീട് ഓർഡർ ചെയ്ത ആക്സ് ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നീട് ഒന്നും സംഭവിക്കാത്തതുപോലെ താഴെ വന്ന് പിതാവിനും സഹോദരിക്കുമൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അമ്മയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഗെയിം കാണുവാണെന്ന് കള്ളം പറയുന്നു. പിന്നീട് അവൻ അതേ രീതിയിൽ അവന്റെ അച്ഛനെയും അമ്മയെയും പെങ്ങളെയും കൂടി കരുവാക്കുന്നു. കുടുംബാംഗമായ ലളിത ഇതൊക്കെ അറിഞ്ഞു എന്ന തിരിച്ചറിവിൽ ലളിതയെയും വകവരുത്തുന്നു. പിന്നീട് ഡെഡ് ബോഡികൾ കത്തിക്കുന്നതിനിടയിൽ ഉയർന്ന പുകയിലാണ് പുറം ലോകം ഇതെല്ലാം തിരിച്ചറിയുന്നത്. പുക ഉയരുന്നത് കണ്ട് കേഡൽ ഓടുന്നത് ഒരാൾ കാണുകയും ചെയ്യുന്നു. പിന്നീട് ചെന്നൈയിലേക്ക് തിരിച്ച കേഡലിനെ തിരിച്ചു വരുന്ന വഴിക്ക് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്നു. വിലങ്ങ് വെച്ച് പോലീസുകാരോടൊപ്പം നടന്നു നീങ്ങുന്ന കേഡലിന്റെ മുഖത്തെ ചിരി കേരള ജനതയെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്തൊരു കഥയുമായി കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ക്രൈം സ്റ്റോറി.